അതായത് കോഴിക്കോട് ഉള്ളേരിയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് മകൾ. ഈ മാസം 19-നാണ് ഷൈജിയെ വീടിനകത്ത് തൂങ്ങിമരിച്ചതിൽ കണ്ടെത്തിയത്. അപ്പോൾ വീടിനടുത്തുള്ള ആരൊക്കെയോ അതിക്രമിച്ച് കയറിയെന്ന് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ മകൾ പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൊരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മകൾ. ഭീഷണിപ്പെടുത്തി വീട്ടിൽ ചിലർ അതിക്രമിച്ച് കയറി എന്നുള്ളതാണ് കുടുംബങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങളെന്നറിയാം. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇപ്പോൾ ഇതിൽ മകളുടെ പരാതി എന്താണ്? അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? ഹാഷ്മി, അനൂജ, ഈ സംഭവം ഈ മാസം 19-നാണ് ഉണ്ടാവുന്നത്. 18-ാം തീയതി രാവിലെ ഏതാനും പേർ വീട്ടിലെത്തി തങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രധാനമായും വീട്ടമ്മയായിട്ടുള്ള ഷൈജിയാണ് ഭീഷണിപ്പെടുത്തിയത്. ചില ചിത്രങ്ങൾ കാണിച്ചിരുന്നു. ആ ചിത്രങ്ങൾ കാണിച്ച ശേഷം പിന്നീട് മാനസികമായി തകരുകയും ഷൈജി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാധാരണ കടയിൽ പോവുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഈ വീട്ടമ്മയായിട്ടുള്ള 45-കാരി ഷൈജി. പക്ഷേ ഈ വീട്ടിലേക്ക് അയൽവാസികളായിട്ടുള്ള 4 പേരാണ് വരികയും അവരാണ് ഈ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിൽ മാനസിക സംഘർഷത്തിലായിരുന്നു ഈ വീട്ടമ്മ. അതിന് പുലർച്ചെയാണ്, പിന്നീട് 19-ാം തീയതി പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇവർ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിൽ അവരെ കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മകൾ പരാതി നൽകിയിരിക്കുന്നത്. അത്തോളി പോലീസിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിന് അന്ന് തന്നെ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ മകൾ മറ്റൊരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 4 പേരെ അവർ ഇതിൽ പ്രതി ചേർക്കണമെന്നും അവരാണ് ഈ മരണത്തിന് ഇടയാക്കിയ ഈ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുമാണ് മകൾ നൽകിയ പരാതി. ആ പരാതിയും ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അനൂജ, ഹാഷ്മി. ഓക്കെ, സമീറാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.